2015 തുടങ്ങി 2017 ഒക്ടോബറിൽ നമ്മൾ അഗ്രികൾച്ചർ ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് ഇത് രജിസ്റ്റർ ചെയ്തു. ഈ ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരിലും അടുക്കളത്തോട്ട കൃഷി വ്യാപിപ്പിക്കുക. ഒരു തൈ എന്താണെന്നോ അല്ലെങ്കിൽ ഒരു വിത്ത് എന്താണെന്ന് പോലും അറിയാത്ത ധാരാളം ആളുകളുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ ഇപ്പം തന്നെ ഏകദേശം അവരുടെ വീട്ടുകളിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ അങ്ങനത്തെയുള്ള എല്ലാ സംഭവങ്ങളും സ്വന്തമായി ഉണ്ടാക്കുകയും അതുകൂടാതെ അവർക്ക് വിൽപ്പനയ്ക്ക് പോലും പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരെ എത്തിക്കാൻ കൃഷിത്തോട്ടം ഗ്രൂപ്പിന് പറ്റിയെന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കഴിഞ്ഞ 3-3.5 വർഷമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇത് തന്നെയാണ്. കൃഷിത്തോട്ടം ഗ്രൂപ്പിലെ അംഗങ്ങൾ പച്ചക്കറികൾ മാത്രമല്ല കൃഷി ചെയ്യുന്നത്, മീൻ കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്, പശുവിനെ വളർത്തുന്ന ആളുകളുണ്ട്, ആട് ഫാം നടത്തുന്ന ആളുകളുണ്ട്, അതേപോലെ തന്നെ കോഴി കൃഷി നടത്തുന്ന ആളുകളുണ്ട്, മുയൽ കൃഷി, അങ്ങനെ പല മേഖലയിലും ആളുകൾ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഈ കൃഷിത്തോട്ടം ഗ്രൂപ്പ് വഴിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കവിടെ ഒരു മീറ്റ് സംഘടിപ്പിക്കാൻ പറ്റി. അപ്പോൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപൂർവീനം പല വിത്തുകളുടെ കൈമാറ്റങ്ങളും പിന്നെ അതുപോലെ നല്ല ഗുണമേന്മയുള്ള തൈകൾ, വളങ്ങൾ സൗജന്യമായിട്ട് ഹാർഡനിങ് ചെയ്ത തൈകൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. 4 ഇനം മുളക്, വെണ്ട, വഴുതന, തക്കാളി ഇതെല്ലാം ഹൈബ്രിഡും ഉണ്ട്. പിന്നെ നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച ഹരിത ഇനം വഴുതന, അങ്ങനെയുള്ള 4 വെറൈറ്റി ഐറ്റങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് നമ്മളെ ഏത് കാലാവസ്ഥയിലും പിടിച്ചു നിൽക്കാൻ ശേഷിയുള്ള, ഉൽപാദനശേഷി കൂടുതൽ, അതേ വിത്തിൽ നിന്നാണ് കൂടുതൽ ഉൽപാദനശേഷി ഉണ്ടാക്കുന്ന തരം വിത്തുകൾ. ജൈവ വളങ്ങളും ജൈവ കീടനാശിനികളും ജൈവ കളനാശിനികളും എല്ലാം ഉപയോഗിച്ച് കൃഷിയെ എങ്ങനെ നമുക്ക് നടത്തിക്കൊണ്ടുപോരാമെന്നുള്ളത് ബാക്കിയുള്ളവരിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവരെയും നമ്മുടെ മെമ്പേഴ്സിനെ അതിന് ജൈവ രീതിയിൽ ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക. അതിന് അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് മിക്കവർക്കും എങ്ങനെ ചെയ്യണം എന്നുള്ളത് അറിയാതാണ് മെയിൻ പ്രശ്നങ്ങൾ. അത് ആ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുക, അവർക്ക് വേണ്ട ടിപ്സ് നൽകുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ KTG വഴി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളുടെ ഒരു നേട്ടം എന്ന് പറയുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 3 വർഷമായി ഏകദേശം KTG നമ്മൾ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ 3 വർഷത്തിൽ നമ്മൾ ഒരുപാട് പേർക്ക് നമ്മൾ പ്രചോദനമായിട്ടുണ്ട്. വെറുതെ പറമ്പുകളും അതുപോലെ പാടങ്ങളും ഒക്കെ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം വരാറുണ്ട്. KTGയുടെ മെയിൻ തത്വം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാറുള്ളത് മനസ്സിൽ കൃഷിയുള്ളവർക്കേ മണ്ണിൽ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. നമുക്ക് എന്തെങ്കിലും ഒരു സംശയമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒത്തിരി അറിവുകളുള്ള ഒത്തിരി ആൾക്കാർ ഈ ഗ്രൂപ്പിലുണ്ട്. അവര് നിമിഷ നേരത്തിനുള്ളിൽ നമുക്ക് അതിനുള്ള പ്രതിവിധി പറഞ്ഞു തരികയാണ്. ആദ്യം ഞാൻ ചെറിയ രീതിയിലുള്ള കൃഷികളൊക്കെയാണ് തുടങ്ങിയത്. പിന്നീട് ഈ ഗ്രൂപ്പിലേക്ക് വന്നതിന് ശേഷം പലരുടെയും കൃഷി രീതികൾ, വ്യത്യസ്തമായിട്ടുള്ള കൃഷി രീതികളെ കുറിച്ച് കാണാൻ ഇടയായി. അതൊക്കെ നമ്മുടെ തോട്ടത്തിൽ എന്തുകൊണ്ട് പരീക്ഷിച്ചാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുമോ എന്നൊരു പരീക്ഷണം തുടങ്ങിയതാണ് ആദ്യം തുടങ്ങി നോക്കിയത്. പ്രത്യേകിച്ച് ഈ സ്ട്രോബെറി പോലുള്ള സാധനങ്ങൾ, അതൊക്കെ ഒത്തിരി തണുപ്പുള്ള മൂന്നാർ പോലുള്ള സ്ഥലങ്ങളിൽ മാത്രമേ വിജയിക്കൂ എന്ന് നമ്മൾ കരുതിയിരുന്നു. പക്ഷേ ഇതെല്ലാം ഇവിടെ നമ്മൾ നട്ടു നോക്കിക്കഴിയുമ്പോൾ ഇവിടെയും നന്നായിട്ടുണ്ടാകും, നല്ല രീതിയിലുള്ള പഴങ്ങളുണ്ടാകും എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുന്ന 1-2 കാര്യങ്ങൾ എല്ലാവരും ഡ്രോബാക്ക് ആയിട്ട് പറയും. ഒന്നാമത് എനിക്ക് സമയമില്ല, കൃഷി ചെയ്യാൻ സമയമില്ല. രണ്ടാമത്തേത് സ്ഥലപരിമിതി. ഈ രണ്ടും ഇതിനൊരു വിഷയമേ അല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാനിവിടെ കൃഷി ചെയ്യുന്ന ഏകദേശം ഒരു 10-15 സെന്റ് സ്ഥലത്തെ കൃഷി ചെയ്യുന്നുള്ളൂ. ഈ വീട്ടിലേക്ക് വേണ്ട എല്ലാ വർഷത്തിൽ മുഴുവൻ വേണ്ട പച്ചക്കറികൾ മുഴുവൻ ഞാൻ ഇതിൽ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കാപ്പിയുണ്ട്, ഏലമുണ്ട്, അതുപോലെ തെങ്ങ്, കമുക്, മറ്റു സാധനങ്ങളെല്ലാം ഇതിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഒരു 10-15ഓളം പഴവർഗ്ഗങ്ങൾ, റംബുട്ടാൻ, വാഴപ്പഴങ്ങൾ, അതേപോലെ കലാബാഷ്, ലെമൺ വൈൻ, സ്ട്രോബെറി, അതേപോലെ മിറാക്കിൾ ഫ്രൂട്ട്, അങ്ങനെ ഒത്തിരി പഴങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. മത്സ്യക്കുളം 2 മത്സ്യക്കുളമുണ്ട്. ഒരെണ്ണത്തിൽ മത്സ്യം ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കുന്നു. അതേപോലെ ഇത് ഭക്ഷ്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആക്കുന്നതാണ്. ഇതിൽ തിലോപ്പിയ, അസംവാള തുടങ്ങിയ മത്സ്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. കരിങ്കോഴിയുണ്ട്, നാടൻ കോഴി, BV380 തുടങ്ങിയ കോഴികളുണ്ട്. വിഗോവ എന്ന് പറയുന്ന തരം താറാവ്. പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ ചെയ്യുന്ന വേറൊരു സംഭവം എന്ന് പറയുന്നത് ചെറുതേനീച്ച വളർത്തലാണ്. ചെറുതേനീച്ച വളർത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ചെയ്യാം, അധികം വലിയ സ്ഥലപരിമിതി ഒന്നും വേണ്ട. സ്ത്രീജനങ്ങൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണിത്. സ്ഥലപരിമിതി എന്ന് പറയുന്നത് നമുക്കൊരു വിഷയമേ അല്ല. മനസ്സുണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മനസ്സുണ്ടെങ്കിൽ കൃഷി മാനത്തും. നമുക്ക് പരിചയമില്ലാത്ത പല തൈകള്, ചെടികളെല്ലാം അവിടുന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കിട്ടിയതാണ് ഈ രമ്പയില, പിന്നെ സൗഹൃദ ചീരയുണ്ട്, ചായ മനസ, പിന്നെ അങ്ങനെ കാണാത്ത നമ്മളൊന്നും പരിചയമില്ലാത്ത പൊന്നാരി വീരൻ ചീര,
അതുപോലത്തെ കുറേ പലതരം ചീരകളുണ്ട്. അതെല്ലാം ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം നമ്മൾ കാണുന്നത് തന്നെ. ഈ കുറഞ്ഞ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്, ഒട്ടും സ്ഥലമില്ല. എന്നാലും KTGയിൽ വന്നതിന് ശേഷമാണ് കൃഷി ചെയ്യാൻ താല്പര്യം തോന്നിയത്. ഈ ഗ്രൂപ്പ് കൊണ്ട് നമുക്ക് ഈ കഴിഞ്ഞ 2-3 വർഷത്തിലെ നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇപ്പം വീട്ടിനകത്തേക്ക് വേണ്ടുന്ന കുറച്ച് പച്ചക്കറികളൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു വർഷമായി ഞാൻ ഏകദേശം ടെറസിൽ കൃഷി നടത്തുന്നു. എൻ്റെ സ്വന്തം വീട്ടാവശ്യത്തിന് വേണ്ട എല്ലാ പച്ചക്കറിയും അതിനു പുറമെ വിദേശ നിർമ്മിതമായ ഒരുപാട് ഇനങ്ങൾ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പിന്റെ വിത്ത് ബാങ്ക് കൂടി എന്നെ നടത്തിക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് പല വെറൈറ്റി വിത്തും എൻ്റെ കയ്യിലേക്ക് വന്നു ചേരും. അത് ഞാൻ മുളപ്പിച്ച് അതിൻ്റെ ശാസ്ത്രീയമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുവിധ പച്ചക്കറി എല്ലാം എൻ്റെ ഈ ചെറിയൊരു ടെറസിന്റെ മുകളിൽ വിത്ത് ബാങ്കിന്റെ പ്രവർത്തനം നമ്മുടെ ഓൾറെഡി നമ്മുടെ കയ്യിലെ വിത്ത്, അതായത് എൻ്റെ കയ്യിലെ വിത്ത് ഞാൻ ഇപ്പോൾ കൃഷി ചെയ്തിട്ട് ഇപ്പോൾ ഒരുപാട് വിത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഫ്രീ ആയിട്ട് സപ്ലൈ ചെയ്യും. അതേപോലെ നമ്മുടെ ഗ്രൂപ്പിലെ ഓരോ മെമ്പർമാരും പല പല വിത്ത്, അതായത് വെറൈറ്റി ഇപ്പോൾ ഒരു 10-70ഓളം വെറൈറ്റി വിത്ത് ഇപ്പം ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. അത് ഓരോ മെമ്പർമാരും അവർ കൃഷി ചെയ്യുന്നത് വിത്ത് എടുത്ത് വെച്ചിട്ട് അത് വിത്ത് ബാങ്കിലേക്ക് അയച്ചു തരും. അത് നമ്മൾ ഒരു ഗ്രൂപ്പിൽ പോസ്റ്റായി ഇടും. ആവശ്യക്കാർ കവറയക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് തിരിച്ചയച്ചു കൊടുക്കേണ്ട കവർ വരെ അവർ അയച്ചു തരും. അപ്പോൾ നമ്മൾ അത് ഒരു പാക്കറ്റ് ചെയ്ത് തിരിച്ചയച്ചു കൊടുക്കല ചെറിയൊരു പണിയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ആട് വളർത്തൽ KTGന്റെ ഭാഗത്ത് നല്ല രീതിയിലുള്ള സാധനമുണ്ട്. ഗ്രൂപ്പിലൊരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ രീതിയിലും അത് പറഞ്ഞു തരാൻ ആൾക്കാർ ഒരുപാടുണ്ട്. ഒന്നും അറിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ധൈര്യത്തിൽ വരാം. KTG 100% പിന്തുണയുണ്ടാവും. പിന്നെ അതിന്റെ വിപണനം അടക്കം KTGയിൽ നമുക്ക് ലഭ്യമാണ് ഇപ്പോൾ. പിന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് കാര്യം എന്ന് വെച്ചാൽ വിത്തുകൾ നമ്മൾ എപ്പോഴും സംരക്ഷിക്കണം. പക്ഷെ ഞാൻ വിത്ത് സംരക്ഷിച്ച് നമ്മൾ എപ്പോഴും നട്ടുകൊണ്ടേയിരിക്കണം. അതെ, നമ്മൾ KTGയിലേക്ക് കൊടുക്കുക എന്നുള്ളത് നമുക്ക് 1,00,000 പേർക്ക് നമുക്ക് നമ്മളുടെ ഈ വിത്തുകൾ കൈമാറി പോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതിൽ ഞാൻ കൂടുതൽ സന്തോഷവതിയാണ്. നമ്മൾക്ക് അല്ലെങ്കിൽ 1 സെന്റ് സ്ഥലമാണേലും നിങ്ങൾക്ക് 2 സെന്റ് സ്ഥലമാണോ 5 സെന്റ് സ്ഥലമാണേലും നിങ്ങൾക്ക് ആ ഉള്ള സ്ഥല പരിമിതി വെച്ച് നിങ്ങൾക്ക് എന്താണോ കൃഷി ചെയ്യാൻ പറ്റുന്നത് ആ കൃഷി നമ്മുടെ വീട്ടിൽ ചെയ്യാന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഞാറ്റുവേലയുടെ സമയത്തൊക്കെ ഞാൻ ഈ പ്രാവശ്യം ഒരു 10 പച്ചമുളക് നട്ടിട്ട് ആ പച്ചമുളകിൽ ഞാൻ പറിച്ച മുളകിന് കണക്കില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതെല്ലാം നട്ടു കൊടുക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മണ്ണ് കൂട്ടി കൊടുത്താൽ മതി. വളമൊക്കെ ഇട്ട് മണ്ണ് കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തും വിളയിക്കാൻ പറ്റും. ഒന്നും വിളയില്ലെന്ന് ആരും പറയണ്ട. എല്ലാവരും എന്താണോ വേണ്ടത് അതെല്ലാം നമ്മുടെ വീട്ടിൽ വിളയിച്ചെടുക്കണം എനിക്ക് പറയാം.